അങ്ങനെ ഫൈനലി വാട്സപ്പ് പേ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പ് പേയെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ച് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒരു ലൈക്ക് നൽകുക. അപ്പോൾ എല്ലാവരെയും മണി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫേസ്ബുക്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ്. വാട്സപ്പിന് ഇന്ത്യയിൽ ഏകദേശം 400 മില്യൺ യൂസേഴ്സാണുള്ളത്. UPI പ്ലാറ്റ്ഫോം വഴി പണം അയക്കുവാനും സ്വീകരിക്കാനുമുള്ള ഒരു സംവിധാനമാണ് വാട്സപ്പ് പേ. 2018 ഫെബ്രുവരിയിൽ വാട്സപ്പ് ഈ ഒരു വാട്സപ്പ് പേ എന്ന് പറഞ്ഞ സംവിധാനം റോൾ ഔട്ട് ചെയ്തിരുന്നു. എന്നാൽ അന്ന് കുറച്ച് നിയമപ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതിനാൽ വാട്സപ്പ് പേ സംവിധാനം അന്ന് പിൻവലിച്ചിരുന്നു. അവസാനം 2020 ഫെബ്രുവരിയിലാണ് വാട്സപ്പ് പേ ലോഞ്ച് ചെയ്യാനായിട്ട് NPCI അപ്രൂവ് നൽകിയത്. അങ്ങനെ ഈ വർഷം ഫെബ്രുവരിയിൽ അപ്രൂവ് കിട്ടിയ ശേഷം ഏകദേശം 1 മില്യൺ വാട്സപ്പ് ബീറ്റ ടെസ്റ്റേഴ്സിന് ഈ ഒരു സൗകര്യം ലഭ്യമായിരുന്നു. അങ്ങനെ കുറെ നാളത്തെ ടെസ്റ്റിങ്ങിനൊക്കെ ശേഷം കഴിഞ്ഞ ദിവസം ഇത് പബ്ലിക്കിനായിട്ട് റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിലും എല്ലാ വാട്സപ്പ് യൂസേഴ്സിനും ഈ ഒരു സൗകര്യം ലഭ്യമാവില്ല. 20 മില്യൺ വാട്സപ്പ് യൂസേഴ്സിന് ഈ ഒരു സൗകര്യം എത്തിക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. കാരണം ആദ്യം പറഞ്ഞതുപോലെ വാട്സപ്പിന് ഇന്ത്യയിൽ ഏകദേശം 400 മില്യൺ യൂസേഴ്സ് ആണുള്ളത്. അപ്പോൾ ഒറ്റയടിക്ക് ഇത്രയും ആളുകളിലേക്ക് ഈ ഒരു വാട്സപ്പ് പേ സംവിധാനം എത്തിച്ചു കഴിഞ്ഞാൽ അതൊരു മോണോപോളി ആയി പോകും. കാരണം UPI പ്ലാറ്റ്ഫോമിൽ അധിഷ്ഠിതമായ മറ്റു കമ്പനികളും നിലവിലുണ്ട്. അതായത് ഗൂഗിൾ പേ ഉണ്ട്, ഫോൺ പേ ഉണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് ഒരു 400 മില്യൺ വരുന്ന വാട്സപ്പ് യൂസേഴ്സിലേക്ക് ഈ ഒരു വാട്സപ്പ് പേ എത്തിക്കഴിഞ്ഞാൽ ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള കമ്പനികൾക്ക് അതൊരു തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായി ആയിരിക്കും എല്ലാ വാട്സപ്പ് യൂസേഴ്സിലേക്കും ഈ ഒരു വാട്സപ്പ് പേ സംവിധാനം എത്തുക. ഇനി എന്താണ് വാട്സപ്പ് പേ? നമ്മുടെ ഫോൺ പേയും ഗൂഗിൾ പേയും പോലെ നമുക്ക് UPI ഉപയോഗിച്ച് പണം അയക്കുവാനും സ്വീകരിക്കാനും സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ് പേ എന്ന് പറയുന്നത്. വാട്സപ്പ് പേ എന്നത് പ്രത്യേകം ഒരു ആപ്പല്ല. നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന വാട്സപ്പിൽ തന്നെയാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വാട്സപ്പ് പേ വഴി പണം അയക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും ഇത് വാട്സപ്പിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല. കാരണം വാട്സപ്പിൽ വാലറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. ഇതിന് സഹായിക്കുന്ന UPI എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വാട്സപ്പിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. വാട്സപ്പിന്റെ 10 ഇന്ത്യൻ പ്രാദേശിക ഭാഷകളിൽ ഈ ഒരു വാട്സപ്പ് പേ സംവിധാനം ലഭ്യമാകും. ഇന്ത്യയിലുള്ള ചെറുതും വലുതുമായ 160 ബാങ്കുകളിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് പേ സംവിധാനം ഉപയോഗിച്ച് പണം അയക്കുവാനും അതുപോലെ തന്നെ സ്വീകരിക്കാനും സഹായിക്കും. ഇന്ത്യയിൽ 5 ബാങ്കുകളുമായി അസോസിയേറ്റ് ചെയ്താണ് ഈ ഒരു സംവിധാനം വാട്സപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBI, ജിയോ പേയ്മെന്റ്സ് ബാങ്ക് എന്നിവരാണ് ഇന്ത്യയിലെ വാട്സപ്പ് പേയുടെ പാർട്ണേഴ്സ്. ഇനി എങ്ങനെ ഈ ഒരു വാട്സപ്പ് പേ സംവിധാനം നിങ്ങളുടെ വാട്സപ്പിൽ ലഭിക്കും? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ്. അപ്ഡേറ്റ് ചെയ്താലും ഈ ഒരു ഓപ്ഷൻ ലഭ്യമാകില്ല. അതിനൊരു ഇൻവിറ്റേഷൻ വേണം. നിലവിൽ വാട്സപ്പ് പേ സംവിധാനം ലഭിച്ചിട്ടുള്ള ആരെങ്കിലും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യണം. അതായത് നിലവിൽ വാട്സപ്പ് പേ സംവിധാനമുള്ള ഒരാൾ നിങ്ങൾക്ക് പണം അയക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും. മാത്രമല്ല ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വാട്സപ്പിൽ ഈ ഒരു വാട്സപ്പ് പേ ഫീച്ചർ എനേബിൾ ആവുകയും ചെയ്യുന്നു. ഇങ്ങനെ വാട്സപ്പ് പേ ഓപ്ഷൻ നിങ്ങളുടെ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾക്കൊരു ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് വേണം. ബാങ്ക് അക്കൗണ്ടിന് ഒരു ഡെബിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആയിരിക്കണം നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവേണ്ടത്. കാരണം നമ്മൾ ഗൂഗിൾ പേയിലും അതുപോലെ തന്നെ ഫോൺ പേയിലും ഒക്കെ UPI എനേബിൾ ചെയ്തതുപോലെ ഒരു SMS അയച്ചായിരിക്കും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ നിലവിൽ ഗൂഗിൾ പേയിലും അതുപോലെ തന്നെ ഫോൺ പേ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ UPI എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു SMS അയച്ച് നിങ്ങളുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ UPI ഡീറ്റെയിൽസും ഈ ഒരു വാട്സപ്പ് പേയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. നിങ്ങൾ മുമ്പ് ഗൂഗിൾ പേയിലും അതുപോലെ തന്നെ ഫോൺ പേയിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന സെയിം UPI പിൻ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് പേയിലും നിങ്ങൾക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനായി സാധിക്കും. ഇനി എങ്ങനെ വാട്സപ്പ് പേ വഴി പണം അയക്കാം അല്ലെങ്കിൽ സ്വീകരിക്കാം? നിങ്ങൾ പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇമേജ് സെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ വോയിസ് അയക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഓപ്ഷനിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ വന്നു കാണും. ആ ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് പണം അയക്കാം, ഇല്ലെങ്കിൽ അവരുടെ നിന്നും പണം സ്വീകരിക്കാനായിട്ട് നമുക്ക് പണം റിക്വസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ വാട്സപ്പ് പേ വഴി പണം അയക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് വാട്സപ്പ് പേ ഓപ്ഷൻ ഇല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് അല്ലാതെയും പണം അയക്കാനായിട്ട് സാധിക്കും. അവരുടെ പണം അയക്കാനുള്ള UPI ID നമുക്ക് കസ്റ്റമായിട്ട് എൻട്രി ചെയ്തുകൊണ്ട് പണം അയക്കാം. ഇതുവഴി നമുക്ക് അവർ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ Paytm എന്ത് ഉപയോഗിച്ചാലും നമുക്ക് ഈ ഒരു വാട്സപ്പ് പേ വഴി പണം അയക്കാനായിട്ട് സാധിക്കും. പിന്നെ QR കോഡ് പേയ്മെൻറ്റ് ഓപ്ഷനും ലഭ്യമാണ്. നമ്മൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ വെച്ചിരിക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിൻ്റെ QR കോഡ് ആണെങ്കിലും നമുക്ക് ഈ ഒരു വാട്സപ്പ് പേ ഉപയോഗിച്ച് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് നടത്താം. ഇനി നിങ്ങൾക്കും ഈ ഒരു QR കോഡ് കാണിച്ചുകൊണ്ട് വാട്സപ്പ് പേ വഴി പണം സ്വീകരിക്കാം. നിങ്ങളുടെ ഈ ഒരു വാട്സപ്പിലെ പേയ്മെൻറ്റ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു QR കോഡ് ഓപ്ഷൻ ലഭിക്കും. അവിടെ നിങ്ങൾ റിസീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ഒരു QR കോഡ് അവിടെ ജനറേറ്റ് ആവുകയും ജസ്റ്റ് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അയക്കുന്ന ആൾക്ക് ആ ഒരു എമൗണ്ട് വരികയും അവരുടെ UPI പിന് ജസ്റ്റ് അടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പണം അയച്ചു തരാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ വാട്സപ്പ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ പേയ്മെൻറ്റ്സിന് വേണ്ടി പ്രത്യേകം ഒരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ടും നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പണം അയക്കുവാനും സ്വീകരിക്കാനും
ഉപയോഗിക്കാനും സാധിക്കും. പിന്നെ അവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാണാം. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വേറെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, നിലവിലുള്ളത് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടെ കാണുവാനും സാധിക്കും. പിന്നെ ഫോൺ പേ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമുക്കിപ്പോൾ നിലവിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും അടിച്ചുകൊണ്ട് തന്നെ UPI ഉപയോഗിച്ച് നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാം. ആ ഒരു ഓപ്ഷൻ നിലവിൽ വാട്സപ്പ് പേയിൽ ലഭ്യമല്ല. എന്തായാലും ഫ്യൂച്ചറിൽ ആ ഒരു ഓപ്ഷൻ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി എത്ര രൂപ വരെ നിങ്ങൾക്ക് വാട്സപ്പ് പേ ഉപയോഗിച്ച് അയക്കുവാനായിട്ട് സാധിക്കും? സാധാരണയായിട്ടുള്ള UPI ട്രാൻസ്ഫർ ലിമിറ്റാണ് ഈ ഒരു വാട്സപ്പ് പേയിലും വരുന്നത്. ഒരു ദിവസം നമുക്ക് പരമാവധി അയക്കുവാൻ സാധിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. ഇനി വാട്സപ്പ് പേയ്ക്കും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം അഡ്വാൻറ്റേജസ് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് വരുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് പണം ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആണ് നിങ്ങൾക്ക് പണം അയക്കാനുള്ളതെങ്കിൽ ജസ്റ്റ് അവരുമായി ചാറ്റ് ചെയ്ത ആ ഒരു ചാറ്റ് ഹിസ്റ്ററി എടുക്കുക, പേയ്മെൻറ്റ് ഓപ്ഷൻ എടുക്കുക, ജസ്റ്റ് എമൗണ്ട് ടൈപ്പ് ചെയ്യുക, UPI പിൻ അടിക്കുക, സെൻഡ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ നമുക്ക് പണം അയക്കാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിൽ വേറെ ഫോൺ പേ, ഗൂഗിൾ പേ പോലുള്ള വേറെ ആപ്പൊന്നും വേണമെന്നില്ല. ജസ്റ്റ് വാട്സപ്പ് തന്നെ മതിയാകും. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള പല ഫോണുകളിലും വാട്സപ്പ് ഇൻബിൽട്ട് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവർക്ക് ജസ്റ്റ് ആ ഒരു വാട്സപ്പ് ഉപയോഗിച്ച് തന്നെ പേയ്മെൻറ്റ് നടത്താം. അതിനായിട്ട് വേറെ ആപ്പുകളൊന്നും തന്നെ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. പിന്നെ ഇപ്പോൾ നിലവിൽ വാട്സപ്പ് പേയിൽ ഓഫേഴ്സും കാര്യങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. കാരണം അതിൻ്റെ ആവശ്യം അവർക്കില്ല. അവർക്ക് ഓൾറെഡി നിലവിൽ ഇന്ത്യയിൽ 400 മില്യൺ വാട്സപ്പ് യൂസേഴ്സ് ആണുള്ളത്. ഇത് ജസ്റ്റ് റോൾ ഔട്ട് ചെയ്താൽ തന്നെ ആ ഒരു 400 മില്യൺ ആളുകളിലേക്കും ഈ ഒരു വാട്സപ്പ് പേ സംവിധാനം എത്തും. ഒരു പ്രത്യേകം ആപ്പ് അല്ലാത്തതിനാൽ പ്രൊമോഷണൽ ഓഫേഴ്സ് കൊടുത്ത് ഈ ഒരു വാട്സപ്പ് പേ ഉപയോഗിക്കാനായിട്ട് ആളുകളെ നിർബന്ധിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആകണം നിലവിൽ വാട്സപ്പ് പേയിൽ ഓഫേഴ്സ് ഒന്നും ഇല്ല. ഇനി ഫ്യൂച്ചറിൽ വിവിധ ബ്രാൻഡുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഓഫേഴ്സ് വരുവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ വാട്സപ്പ് പേയിൽ ഓഫേഴ്സ് വന്നാലും ഇല്ലെങ്കിലും വിപണിയിൽ ഒരു കടുത്ത മത്സരം ഉണ്ടാകും. എല്ലാവരും ഈ ഒരു വാട്സപ്പ് പേയിലേക്ക് പോകുന്നത് തടയാനായിട്ട് ഫോൺ പേ, ഗൂഗിൾ പേ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ കസ്റ്റമേഴ്സിന് നിരവധി ഓഫർ നൽകും. നമ്മുടെ ഫോണിൽ എല്ലാ ആപ്പുകളും കാണും. ഓഫർ അപ്പോൾ ഉള്ളത് ഏത് ആപ്പിനാണോ അതായിരിക്കും നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ വിപണിയിൽ കടുത്ത മത്സരം വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഓഫേഴ്സ് ലഭ്യമാകും. ഇത് നമുക്ക് ഗുണം ചെയ്യും. ഇനി വാട്സപ്പ് പേയുടെ പോരായ്മകൾ നോക്കാം. ഇപ്പോൾ തന്നെ നമുക്കറിയാം വാട്സപ്പിൽ നിരവധി വ്യാജ മെസ്സേജുകൾക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാട്സപ്പ് പേ സംവിധാനം കൂടി വന്നു കഴിഞ്ഞാൽ പണം തട്ടാനുള്ള രീതിയിലുള്ള പല മെസ്സേജുകളും വാട്സപ്പിൽ വന്നേക്കാം. അത് ഫോർവേഡ് ആയിട്ട് പലരിലേക്കും വരും. അങ്ങനെ വാട്സപ്പ് പേ വഴി പണം തട്ടിപ്പ് വർദ്ധിക്കുവാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത് UPI ID ആണ്. നമ്മൾക്ക് ഈ ഒരു ആമസോൺ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ ആണെങ്കിൽ വളരെ സിമ്പിൾ ആയുള്ള ഒരു UPI ID ആണ്. ഇപ്പോൾ ആമസോൺ പേ ആണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ @APL എന്നായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഫോൺ പേ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ @YBL എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു വാട്സപ്പ് പേയുടെ UPI ID നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പറയാനായിട്ട്. ഈ ഒരു വാട്സപ്പ് പേയുടെ UPI ID വരുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പർ .WA.QTR@bank ID അങ്ങനെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു UPI ID ആണ് വരുന്നത്. അത് നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഫോൺ പേയിലായാലും ഗൂഗിൾ പേയിലായാലും ഈ ഒരു UPI വഴി പണം അയക്കുവാനും സ്വീകരിക്കാനുമുള്ള ഓപ്ഷൻ അല്ലാതെ നമുക്ക് വേറെയും പല ഓപ്ഷനുകൾ ലഭ്യമാണ്. അതായത് നമുക്ക് ബിൽ പേയ്മെൻറ്റ് നടത്താം, റീചാർജ് ചെയ്യാം, ബിസിനസ് പേയ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിലവിൽ വാട്സപ്പ് പേയിലില്ല. അതും ഒരു പോരായ്മയാണ്. ഫ്യൂച്ചറിൽ ഈ ഓപ്ഷനുകൾ വരുവാനുള്ള സാഹചര്യം തള്ളിക്കളയാനാവില്ല. എന്നാലും നിലവിൽ ഈ സൗകര്യങ്ങളൊന്നും തന്നെ വാട്സപ്പ് പേയിൽ ലഭ്യമല്ല. എന്തായാലും എല്ലാവരിലേക്കും വാട്സപ്പ് പേ സംവിധാനം ലഭിക്കാനായിട്ട് ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴും നിലവിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വാട്സപ്പ് പേ സംവിധാനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ തരുവാൻ പറയുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കുക. ഇപ്പോഴും അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു വാട്സപ്പ് പേ സംവിധാനം ലഭ്യമാവുന്നുണ്ട്. വിവിധ ബ്രാൻഡുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നല്ല ഓഫേഴ്സ് കൂടി ഈ ഒരു വാട്സപ്പ് പേയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ UPI ട്രാൻസാക്ഷനുകൾ നടക്കാൻ പോകുന്നത് വാട്സപ്പ് പേ വഴിയായിരിക്കും. അപ്പോൾ എന്തായാലും വാട്സപ്പ് പേ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒരു ലൈക്ക് നൽകുക. നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ആമസോണിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള ഒരു മികച്ച ഓഫർ ലിസ്റ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ നൽകുന്നുണ്ട്. അത് പരിശോധിക്കുക. ആമസോണിൽ വരുന്ന നല്ല അടിപൊളി ഓഫേഴ്സ് അറിയുവാനായിട്ട് നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി